കോഴിക്കോട് തമിഴ്നാട് സ്വദേശിയുടെ ക്രൂരമർദ്ദനത്തിന് ഇരയായ ഷാഫി 36 കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ മരണപ്പെട്ടു. ഞായറാഴ്ച രാത്രി സ്വകാര്യ ലാബിൻ്റെ കടത്തിണ്ണയിൽ ഉറങ്ങിക്കിടക്കെ ഷാഫിയെ 8:30 മണിയോടുകൂടി തമിഴ്നാട് സ്വദേശി ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. തലയ്ക്ക് അതികഠിനമായി പരിക്കേറ്റ ഷാഫി 1 മണിക്കൂറോളം രക്തം വാർന്നൊഴുകി കിടക്കേണ്ടി വന്നു. പോലീസിനെ വിളിച്ചിട്ട് കിട്ടാത്തതും അതുവഴി പോയ വാഹനങ്ങൾ ഷാഫിയെ ആശുപത്രിയിൽ എത്തിക്കാൻ തയ്യാറാകാത്തതുമാണ് ഇത്രയും വൈകാൻ കാരണമായത്. തമിഴ്നാട് അരയല്ലൂർ മാവട്ടം സ്വദേശി ആൻ്റണി ജോസഫ് 49 ആക്രമണം നടത്തിയത്. ഇയാൾ മദ്യലഹരിയിലായി കഴിഞ്ഞാൽ ഭീകരമായ രീതിയിൽ അക്രമശക്തനാകാറുണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞു. പ്രതിയെ നാട്ടുകാർ ബലപ്രയോഗത്തിലൂടെ കീഴ്പ്പെടുത്തി കസബ പോലീസിനെ ഏൽപ്പിക്കുകയായിരുന്നു. കസബ ഇൻസ്പെക്ടർ എം രാജേഷ്, വിരലടയാള വിദഗ്ധ AV ശ്രീജയ എന്നിവർ തെളിവെടുപ്പ് നടത്തി. തലയ്ക്ക് അതികഠിനമായി മർദ്ദനമേറ്റതിനാൽ രക്തസ്രാവം നിലയ്ക്കുന്നില്ലെന്ന് ഡോക്ടർ ജ്യേഷ്ഠ സഹോദരനായ സമദിനോട് പറഞ്ഞു. പരേതരായ EK ഹസൻ്റെയും ആയിഷബിയുടെയും മകനാണ് മുഹമ്മദ് ഷാഫി. സഹോദരങ്ങൾ സമദ്, ഷെരീഫ്, സാബിത, ഫാസില. ഖബറടക്കം ചൊവ്വാഴ്ച ഷാദുലി ജുമാഅത്ത് പള്ളിയിൽ.